ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അപ്ഗ്രേഡ് PSC. നമ്മളിന്ന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് റിവിഷൻ മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്ഗ്രേഡ് PSC എന്ന പേരിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇത്. കുറച്ച് ലീഗൽ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റാൻ പോവുകയാണ്. ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് ദ അൾട്ടിമേറ്റ് PSC എന്നാണ്. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പുതിയ ലോഗോ. ഈ പേരിലാണ് ഇനി മുതൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവരും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ മെത്തേഡാണ് ആക്റ്റീവ് റീകോൾ. ആക്റ്റീവ് റീകോൾ പേര് കേൾക്കുമ്പോൾ ഇതെന്താ സാധനം എന്നൊക്കെ തോന്നുമെങ്കിലും സംഭവം നമുക്ക് ഫെമിലിയർ ആയ ആളാണ് കേട്ടോ. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ബുക്ക് പൂട്ടിയിട്ട് അതൊന്നിങ്ങനെ പറഞ്ഞു നോക്കൂലേ, അതാണ് ആക്റ്റീവ് റീകോൾ. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആമുഖമാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ആമുഖത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ ആമുഖത്തെക്കുറിച്ച് നമ്മളൊരു ക്ലാസ് കേട്ടു. അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ എഴുതിയ നോട്ട്സൊക്കെ അടച്ചു വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ നിന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നോക്കുക. അത് നല്ലൊരു റിവിഷൻ ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ എന്നുള്ളത്. നല്ല അടിപൊളി മെത്തേഡാണ്. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ, അതായത് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ റീകോൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ ഒന്നുകൂടെ അവിടെ കൺസിസ്റ്റൻ്റ് ആക്കി ഒന്നുകൂടെ നമ്മുടെ ഈ ഒരു അറിവിനെ ഒന്നുകൂടെ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആക്റ്റീവ് റീകോൾ. അത് എത്ര മടിയുള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം. അതായത് പൊതുവെ എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു പോകാനാണ് കുറച്ചുകൂടെ താല്പര്യം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യില്ല, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാനൊന്നും മെനക്കെടാറില്ല. അപ്പോൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ഒട്ടുമിക്ക കുഞ്ഞു കുട്ടികളൊക്കെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇച്ചിരി മടിയായിരിക്കും. നമുക്ക് ആ സമയം കൂടെ പുതിയതെന്തെങ്കിലും പഠിക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതല്ല, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ബുക്കൊന്ന് മടക്കി വെച്ചിട്ട് എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് എന്നുള്ളത് നമുക്ക് റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ പവറിനെ ഒരുപാട് കൂട്ടാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. ആദ്യം നമ്മളിത് ചെയ്യുമ്പോൾ ഓർത്തെടുക്കാൻ നമുക്ക് കുറച്ച് പാടുണ്ടാകും. പക്ഷെ ഒരു 1 വീക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് യൂസ്ഡ് ആകും. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ആദ്യം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ട സമയം പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. സമയം പിന്നെ കുറവ് മതിയാകും റീകോളിന് വേണ്ടിയത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്കൊന്ന് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കണ്ണാടീൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്ന പോലെ പറയാം അല്ലേ. അത് നല്ലൊരു പരിപാടിയാണ്. അതല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടാ ഞാനിപ്പോൾ ഇന്ന ടോപ്പിക്കാണ് പഠിച്ചത്, ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിനക്കൊന്ന് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പരിപാടിയാണ്. അതായത് നമ്മളിങ്ങനെ മടുത്തൊക്കെ ഇരിക്കുമ്പോൾ, കുറച്ച് നേരം പഠിച്ച് മടുത്തൊക്കെ ഇരിക്കുമ്പോൾ അവരൊന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ അവളൊരു ടോപ്പിക്ക് പറയും, ഞാനൊരു ടോപ്പിക്ക് പറയും. അപ്പോൾ ഫലത്തിൽ നമ്മൾ എന്ത് ചെയ്യും, 2 ടോപ്പിക്ക് അവിടെ റിവൈസ് ചെയ്യും അല്ലേ. അപ്പോൾ നല്ല പരിപാടിയാണ് ആക്റ്റീവ് റീകോൾ. ഇനി അടുത്തതാണ് സ്പേസ്ഡ് റിവിഷൻ. നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളത്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് പിറ്റേ ദിവസം, അതായത് പഠിച്ചതിൻ്റെ പിറ്റേ ദിവസം, ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ അത് നമ്മൾ ചെയ്യേണ്ടത് 3 ദിവസത്തിന് ശേഷമാണ്. ആദ്യ ദിവസം റിവൈസ് ചെയ്യാൻ എടുക്കുന്ന അത്ര സമയം ഈ 3ാമത്തെ ദിവസം നമുക്ക് വേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞാൽ 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതൊന്നുകൂടെ റിവൈസ് ചെയ്യണം. അപ്പോഴേക്ക് ഇത് നമ്മുടെ മൈൻഡിൽ നല്ല തറവായിട്ട് ഉറച്ചിരിക്കും. ഇതാണ് 1-3-7 സ്ട്രാറ്റജി എന്നറിയപ്പെടുന്നത്, സ്പേസ്ഡ് റിവിഷൻ. പൊതുവെ എല്ലാവർക്കും ഇങ്ങനെ റിവിഷൻ ചെയ്യാൻ മടിയായിരിക്കും. പക്ഷെ നമുക്ക് ജോലി വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇനി അടുത്തത് കീവേഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ടാകും അല്ലേ. ആ വേർഡ്സ് മാത്രം ഒന്ന് പഠിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ആ വേർഡ്സ് മാത്രം അതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വേർഡ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നത്, അതിൻ്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് കീവേഡ്സ് എഴുതുക. ഇപ്പോൾ അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ എന്ന് എഴുതുമ്പോൾ അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് എന്ന് നമുക്ക് കിട്ടണം.
മനസ്സിലായോ? അതുപോലെ രാജേന്ദ്ര പ്രസാദ്, ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് എന്ന് നമുക്ക് കിട്ടണം. അങ്ങനെ കുറച്ച് കീവേഡ്സ് എഴുതിയിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് വലിച്ചു വാരി നോട്ട്സ് എഴുതാതെ കീവേഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഒട്ടുമിക്ക ആൾക്കാരുടെയും വിചാരം കുറേ നോട്ട്സ് എഴുതുക എന്ന് പറഞ്ഞാൽ കുറേ അറിവുണ്ടാവുക എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഒരു റാങ്ക് ഫയൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് PDF അവൈലബിൾ ആയിരിക്കും. സെയിം കാര്യങ്ങൾ നമ്മളൊരു നോട്ട്ബുക്കിൽ വലിച്ചു വാരി എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നോട്ട്സ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എഴുതാം. ഒരിക്കലും കുറേ നോട്ട് എന്ന് പറയുന്നത് കുറേ നമ്മുടെ കയ്യിൽ അറിവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ല. വെറുതെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഒരുപാട് നോട്ട് എഴുതി പോകുന്ന ആൾക്കാരെ ഒരുപാട് എനിക്കറിയാം. അതിൽ കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രിസൈസ് ആയിട്ട് പഠിച്ചിട്ട് അത് കുറച്ച് കുറച്ച് കീവേഡ്സ് ആയി എഴുതി നോക്ക്. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. എന്നിട്ട് ആ കീവേഡ്സ് ഒന്ന് എന്താണെന്ന് എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. ഇനി പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മൈൻഡ് മാപ്സ് ആണ്. കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൈൻഡ് മാപ്പാണ്. ഓക്കെ, ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്? നമുക്ക് സമത്വം, സ്വാതന്ത്ര്യം, ഇവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇക്വാലിറ്റി, ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ട് സമത്വം, സ്വാതന്ത്ര്യം, മതപരമായത്, ചൂഷണത്തിനെതിരെ, സാംസ്കാരിക വിദ്യാഭ്യാസവും, അതുപോലെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ളത്. ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അറ്റ് എ സൈറ്റ് കാണുമ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് നോക്കാനെങ്കിലും തോന്നണം. ആ രീതിയിലോട്ട് വിവരങ്ങൾ കംപ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ റിവിഷന് വേണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. അല്ലെങ്കിൽ ഈ പരന്ന് കിടക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, പരന്ന് കിടക്കുന്ന നോട്ട്ബുക്കൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും റിവൈസ് ചെയ്യാൻ തോന്നുമോ? ഒരു മടുപ്പല്ലേ തോന്നുള്ളൂ. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കീവേഡ്സ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കി വെക്കുക പഠിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് എടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയ പക്ഷേ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? PYQs ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ PYQs നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു നോട്ട്ബുക്ക് നമ്മുടെ കയ്യിൽ കരുതുക. ഈ നോട്ട്ബുക്കിൽ നമ്മൾ വേറൊന്നും എഴുതാൻ പാടില്ല. പിന്നെ എന്താ എഴുതണ്ടേ? ഈ PYQ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസേഴ്സ് നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് തെറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്നത്. ആ തെറ്റ് വരുന്നത് മാത്രം ശരി ഉത്തരം എങ്ങോട്ടേക്ക് നമ്മൾ എഴുതണം? ഈ നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഈ നോട്ട്ബുക്കിൽ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ഏതാവാം? ഒരു സബ്ജക്റ്റ് എന്നൊരു കണക്കില്ല. നമ്മളൊരു എക്സാം എഴുതുമ്പോൾ എല്ലാ സബ്ജക്റ്റും ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ നോട്ട്ബുക്കിൽ എന്തൊക്കെ ഉണ്ടാവാം? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാം, എക്കണോമിക്സ് ഉണ്ടാവാം, ഹിസ്റ്ററി ഉണ്ടാവാം, ജോഗ്രഫി ഉണ്ടാവാം, സിവിക്സ് ഉണ്ടാവാം, ഇംഗ്ലീഷും മാത്സും മലയാളവും എല്ലാം ഈ ബുക്കിൽ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഈ ബുക്ക് മുഴുവൻ എന്താണ്? നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. നമുക്കറിയുന്ന ഒന്നും ഇതിനകത്ത് വേണ്ട. നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ തെറ്റിപ്പോകുന്നത്, കൺഫ്യൂസ് ചെയ്ത് തെറ്റിപ്പോകുന്ന ഫാക്ട്സ് മാത്രം എഴുതാനായിട്ട് നമുക്കൊരു ബുക്ക് വേണം. ആ ബുക്ക് നമ്മൾ റിവൈസ് ചെയ്യണം. എപ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്? വൺസ് ഇൻ എ വീക്ക് നമ്മൾ റിവൈസ് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ ബുക്ക് റിവൈസ് ചെയ്യണം. ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു ടെക്നിക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ്. ഈ വീഡിയോയിൽ മറന്നു പോകരുത് എന്ന് ഓർത്ത് വെച്ച് പറയുന്നതാണ്. ഭയങ്കര നല്ലൊരു പരിപാടിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? PYQs ചെയ്യണം. ചെയ്തു നോക്കുമ്പോൾ കിട്ടാതെ വരുന്ന ഉത്തരങ്ങൾ നമ്മൾ ബുക്കിൽ എഴുതി വെക്കണം. വൺസ് ഇൻ എ വീക്ക് അത് റിവൈസ് ചെയ്യണം. ഈ ബുക്കിനകത്ത് വേറെ ഒന്നും പാടില്ല. വേറെ ഏതെങ്കിലും ഒരു ക്ലാസ് കണ്ടു അപ്പോൾ അത് പെട്ടെന്ന് ഇതിലോട്ട് എടുത്ത് എഴുതരുത്. ഇത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എഴുതാനുള്ള ബുക്കാണ്. അത് മാത്രമേ അതിനകത്ത് പാടുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. നല്ല ഹെൽപ്ഫുൾ ആണ്. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുന്നൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ തെറ്റിപ്പോയ ഉത്തരങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിലൊരിക്കൽ വായിക്കുമ്പോൾ ഇനി പിന്നെ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ ഇതിനകത്തുള്ള ഈ എഴുതി വെച്ചിട്ടുള്ളതിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ട് ഓപ്ഷൻ ഇട്ടാലോ ശരിയായിട്ട് ഓപ്ഷൻ ഇട്ടാലോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കത്തും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാം എഴുതി അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായി ആദ്യത്തെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തത് ആരെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഓപ്ഷനിൽ അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ, രാജേന്ദ്ര പ്രസാദ് എന്നൊക്കെ കൊടുത്തു. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഈ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് കണ്ടപ്പോൾ തന്നെ ചാടിക്കയറി നമ്മൾ ആരെ പേരെഴുതി? അംബേദ്കറെ പേരെഴുതി. നമ്മൾ ഉത്തരം തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ എഴുതുമല്ലോ, ഈ ബുക്കിൽ എഴുതും. നമ്മൾ എന്താ എഴുതുക? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു എന്ന് നമ്മൾ എഴുതി അല്ലേ?
അപ്പോൾ പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായി ആദ്യ മീറ്റിംഗിൽ തെരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് എന്ന് നമുക്ക് തന്നു എന്ന് കരുത്. അപ്പം നമുക്ക് മനസ്സിലാവില്ലേ, അല്ല ഇത് തെറ്റാണ്, ഞാൻ എൻ്റെ PYQ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കൊരു തവണ തെറ്റിപ്പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ഓക്കെ, അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും ഉറക്കം ഒരുപാട് കളഞ്ഞ് പഠിക്കരുത് എന്നുള്ളതാണ്. ഉറക്കം ഒരുപാട് കളഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിനെ തന്നെ ബാധിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കരുത്. ഒരു 6 മണിക്കൂറൊക്കെ, മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങാവുന്ന രീതിയിലേ നിങ്ങൾ പഠിക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് ഉറക്കം കളയരുത്. ഒരു ദിവസം ഭയങ്കര എഫേർട്ട് എടുത്ത് പഠിച്ചു, നല്ല മൂഡുള്ള ദിവസമാണ്, പഠിച്ചു, ഉറക്കം കുറഞ്ഞു എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് ലെവലപ്പ് ചെയ്യണം, പിറ്റേ ദിവസം ഉറങ്ങണം. ഉറക്കം ഒരുപാട് കളഞ്ഞ് പഠിക്കരുത്. അത് നിങ്ങളുടെ ബ്രെയിനിന് നല്ലതല്ല, നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ ചാനലിൻ്റെ പേര് മാറുകയാണ്, ദ അൾട്ടിമേറ്റ് PSC. ഓക്കെ, താങ്ക് യു.